എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മാനുഫാക്ചറിങ് ജേണലിൻ്റെ മലയാളം വേർഷനാണ്. നിങ്ങൾക്കറിയാലോ, മാനുഫാക്ചറിങ് ജേണൽ എന്ന് പറഞ്ഞാൽ ടേമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ജേണലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കമ്പനി മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിങ് ചെയ്യുന്നൊരു കമ്പനിയാണെന്ന് വെക്കുക. അപ്പോൾ അതിൽ നമ്മൾ ധാരാളം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും. ആ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റുകളോ നമ്മൾ ഉണ്ടാക്കും. ആ സന്ദർഭത്തിൽ ആക്ച്വലി നമ്മൾ വാങ്ങുന്ന സമയത്ത് റോ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി എപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതേസമയം നമ്മൾ ആ വാങ്ങിയ റോ മെറ്റീരിയൽസിൽ നിന്നും കുറച്ചെടുത്തുകൊണ്ടായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽസ് നമുക്ക് നമ്മളെ ഇൻവെൻറ്ററിയിൽ നിന്നും കുറയുന്നില്ല. കാരണം നമുക്ക് അത് കുറയുന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ടാലിയിൽ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ വിൽക്കുന്നത് നമ്മളെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ നമ്മൾ യൂണിറ്റിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്താണ് അതാണ് നമ്മൾ വിൽക്കുന്നത്. ആക്ച്വലി ആ പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് ആവില്ല. നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ആ റോ മെറ്റീരിയൽസിൽ നിന്നും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ വിൽക്കുന്നത്, ഉൽപ്പന്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മളെ സ്റ്റോക്കിൽ സെയിൽ കാണിക്കുന്ന സമയത്ത് നമ്മളെ സ്റ്റോക്ക് മൈനസ് കാണിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റോക്കിൽ ആ പ്രോഡക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇത്തരം സന്ദർഭത്തിൽ നമ്മുടെ ഇൻവെൻട്രിയിൽ നമ്മൾ ഇൻവെൻട്രിയിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് ആ ക്വാണ്ടിറ്റി കുറയും വേണം. അതേസമയം കറസ്പോണ്ടിങ് ആയിട്ട് ആ ഇൻവെൻട്രി കൊണ്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ പ്രോഡക്റ്റ് ആ ഉൽപ്പന്നം അത്രയും നമുക്ക് നമ്മളെ സ്റ്റോക്കിൽ കാണും വേണം. ഇതിനു വേണ്ടി നമുക്ക് പാസ് ചെയ്യുന്ന ഒരു എൻട്രിയാണ് മാനുഫാക്ചറിങ് ജേണൽ. അപ്പോൾ ടാലിയിൽ നമ്മൾ ഈ മാനുഫാക്ചറിങ് ജേണൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇൻവെൻട്രി കറക്റ്റ് ക്വാണ്ടിറ്റി കാണിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നം എത്ര വന്നിട്ടുണ്ടോ എന്ന് അത് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു കമ്പനി ഒരു ബ്രിക്സ് മാനുഫാക്ചറിങ് ആണെന്ന് കരുതുക. അപ്പോൾ ഇഷ്ടിക ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ ആ ഇഷ്ടിക ഉണ്ടാക്കുന്നതിന് വേണ്ടി ധാരാളം റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് സിലിക്ക സാൻഡ്, ക്ലേ, അതേപോലെ തന്നെ ലൈം സ്റ്റോൺ, അയൺ ഓക്സൈഡ്, ഇങ്ങനെയുള്ള കുറേ 5-6 ഐറ്റംസ് ചേർന്നിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും ഐറ്റംസ് വാങ്ങിയതിന് ശേഷം അത് വെച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറെ പുതിയൊരു ഉൽപ്പന്നമായിട്ടുള്ള ഇഷ്ടിക അഥവാ ബ്രിക്സ് ആണ്. അപ്പോൾ ആ ഇഷ്ടിക നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കില്ല, നമ്മളത് വാങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ആ ഇഷ്ടിക ശരിക്കും ആ ബ്രിക്സ് എന്ത് വേണം, നമ്മുടെ സ്റ്റോക്കിലേക്ക് അത് വരും വേണം. അതേസമയം അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്ത റോ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും കുറയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാനുഫാക്ചറിങ് ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്. മാനുഫാക്ചറിങ് ജേണൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം എല്ലാ ന്യൂനതകളും പരിഹരിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് ഇൻവെൻറ്ററി റിപ്പോർട്ട്, അതേപോലെ തന്നെ സ്റ്റോക്ക് റിപ്പോർട്ടും സ്റ്റോക്ക് കറക്റ്റ് എക്സാക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക് എത്രയെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ജേണലിൻ്റെ പ്രാക്ടിക്കൽ വശം എന്താണെന്ന് നമുക്ക് ടാലി ERP9 പോയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. താങ്ക് യു. ഇവിടെ നമുക്ക് മാനുഫാക്ചറിങ് ജേണൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ കമ്പനി ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ബ്രിക്സ് മാനുഫാക്ചറിങ് കമ്പനി. അപ്പോൾ ബ്രിക്സ് ആണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന പുതിയ ഉൽപ്പന്നം. അപ്പോൾ ഈ ബ്രിക്സ് ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് 6 അസംസ്കൃത വസ്തുക്കളാണ് ആവശ്യമുള്ളത്. സിലിക്ക സാൻഡ്, ക്ലേ, അയൺ ഓക്സൈഡ്, ലൈം, മാഗ്നീഷ്യ, ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഈ 6 ഐറ്റംസ് ആണ് നമുക്ക് ഇത് ബ്രിക്സ് അഥവാ ഇഷ്ടിക നിർമ്മിക്കുന്നതിന് വേണ്ടി ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 6 ഐറ്റംസ് പർച്ചേസ് ചെയ്യണം. അതിനു മുമ്പായിട്ട് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ജേണൽ ആണല്ലോ. അപ്പോൾ മാനുഫാക്ചറിങ് ജേണൽ ഫസ്റ്റ് ഒന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് മാനുഫാക്ചറിങ് ജേണൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇൻവെൻട്രി ഇൻഫോയിൽ പോവുക, എന്നിട്ട് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അതിലിവിടെ മാനുഫാക്ചറിങ് ജേണൽ ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചർ, ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സ്റ്റോക്ക് ജേണലാണ്. ശ്രദ്ധിക്കുക, സ്റ്റോക്ക് ജേണൽ. ഓക്കെ, ഇവിടെ ഓട്ടോമാറ്റിക് ഹിയർ വി ക്യാൻ നമുക്ക് കോൺഫിഗറേഷൻ യെസ് കൊടുക്കാം. ഇവിടെ
പ്രൊഡക്ഷൻ എന്ന് കൊടുക്കാം, ഷോർട്ട്. ഓക്കെ, ഇനി യൂസ് ആസ് എ മാനുഫാക്ചറിങ് ജേണൽ, ഇവിടെ ഇത് യെസ് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് ജേണൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം. നോക്കൂ, ആണ് മാനുഫാക്ചറിങ് ജേണൽ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് 6 അസംസ്കൃത വസ്തുക്കൾ നമുക്ക് പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് അതിൻ്റെ ഐറ്റംസ്, സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഇൻവെന്ററി പോലെ പോവുക, സ്റ്റോക്ക് ഐറ്റംസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 6 ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റോക്ക് എടുക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ സ്റ്റോക്ക് എടുത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിനിഷ്ഡ് ഗുഡ്സ് റോ മെറ്റീരിയൽസ്. ഇത് ഞാൻ ആൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ രണ്ടെണ്ണം കാണിക്കുന്നത്. അപ്പം നമുക്ക് റോ മെറ്റീരിയൽസ് അല്ല, അണ്ടർ ഗ്രൂപ്പ് എന്നുള്ളതിൽ നമുക്ക് റോ മെറ്റീരിയൽസ് എടുക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ നമുക്ക് വേണ്ടത് സിലിക്ക സാൻഡ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ യൂണിറ്റ്സ് ഞാൻ ആൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾട്ട് സി പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് കിലോഗ്രാം ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കില്ല. ഓക്കെ, അടുത്തത് ക്ലേ ആണ്. ക്ലേ അതേപോലെ തന്നെ കിലോഗ്രാം ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. നെക്സ്റ്റ് വൺ അയൺ ഓക്സൈഡ്, അത് കിലോഗ്രാം ആണ്. അടുത്തത് നമുക്ക് ലൈം, അത് കിലോഗ്രാം ആണ്. നെക്സ്റ്റ് മാംഗ്നീഷ്യ, നെക്സ്റ്റ് വൺ ഓർഗാനിക് മാറ്റർ. ഓക്കെ, നമ്മളിപ്പോൾ ബ്രിക്സ് ഇഷ്ടിക ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തു. ഇനി എൻ്റർ അടിച്ച് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആവശ്യമായ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അതിൽ എന്ത് വേണം? മണി വേണം. ഓക്കെ, അപ്പോൾ ക്യാഷ് ഉണ്ടോ നോക്കാം. നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ എന്താ കാണിക്കുന്നത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, കറണ്ട് അസറ്റിലാണ് ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കേണ്ടത്, ക്യാഷും ബാങ്കെല്ലാം ഉണ്ടെങ്കിൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് കുറച്ച് ക്യാഷ് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ക്യാഷ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് എന്താ പറയുക? ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ക്യാഷ് കൊണ്ടുവരാം. അപ്പോൾ അക്കൗണ്ട് വോച്ചേഴ്സിൽ പോവുക, റെസിപ്റ്റ്, ഇവിടെ നമുക്ക് ബാങ്കിലൂടെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൾട്ട് സി അടിച്ച് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ബാങ്ക് ഇപ്പോൾ നമുക്ക് ഏത് ബാങ്ക് എടുക്കണം? SBI. ഓക്കെ, ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാങ്കിലൂടെ എന്താ നമ്മൾ കൊണ്ടുവരുന്നത്? ക്യാപിറ്റലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ആൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ, ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ നമുക്ക് 25 lakhs കൊണ്ടുവരാം. SBI പാലാരിവട്ടം. cash trust capital. ഓക്കെ, അപ്പോൾ ക്യാഷ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യണം. ഓക്കെ, പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അക്കൗണ്ട് വോച്ചേഴ്സിലേക്ക് പോകാം. പർച്ചേസ് എടുക്കാം. 1 2 3 4 5. ഇതിലൂടെ നമ്മൾ പർച്ചേസ് എടുത്ത ക്യാഷ് പർച്ചേസാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ അതിൽ ക്യാഷായിട്ട് നമ്മൾ അതിലൊന്നുമില്ല, കാരണം നമ്മൾ 25 lakhs കൊണ്ടുവന്നത് ബാങ്കിലാണ് ഇരിക്കുന്നത് ക്യാഷ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ
ക്യാഷ് പർച്ചേസിന് കുറച്ച് ക്യാഷ് വേണ്ട. ക്യാഷ് നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരും? ബാങ്കിൽ നിന്ന് വിഡ്രോ ആണ്. അപ്പോൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം? കോൺട്രാ എൻട്രിയിലൂടെ അത് ഇടണം. ക്യാഷ് അക്കൗണ്ട് ടു SBI. ഓക്കെ, നമുക്കൊരു 5 lakhs കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ക്യാഷ് കൊണ്ടുവന്നു. ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാം. അക്കൗണ്ട് പർച്ചേസിലേക്ക് പോവുക. F9 പ്രസ് ചെയ്യാം. 1 2 3 4 5 ഇൻവോയ്സ് നമ്പർ, ക്യാഷ് പർച്ചേസ്. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് അതേപോലെ തന്നെ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ Alt C അടിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ സിലിക്ക സാൻഡ്. സിലിക്ക സാൻഡ് നമുക്ക് ഏത് ഗോഡൗണിലാണ് നമുക്ക് ഇവിടെ ഒരു ഗോഡൗൺ എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മൾട്ടിപ്പിൾ ഗോഡൗൺ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ മെറ്റീരിയൽസ് എല്ലാം പല പല ഗോഡൗണിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഇവിടെ ഗോഡൗണിൻ്റെ സ്പെസിഫൈ ചെയ്ത് ഗോഡൗൺ കാണിക്കും. ഇന്ന ഗോഡൗണിലാണ് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ മെറ്റീരിയൽസ് എടുക്കുന്നത് കൊച്ചിൻ ഗോഡൗണിലാണ് ഉള്ളത്. ഓക്കെ, നമുക്കൊരു 10,000 കിലോഗ്രാം കൊണ്ടുവരാം, പർച്ചേസ് ചെയ്യാം. 4.5 per kilo. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടത് ക്ലേ ആണ്. ക്ലേ ഉള്ള കൊച്ചിൻ ഗോഡൗണിൽ തന്നെയാണ് നമുക്ക് കൊച്ചിൻ ഗോഡൗണിലാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. 2000 kg. ഓക്കെ, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 6 രൂപയാണ് കിലോന്. അടുത്തത് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് കൊച്ചിൻ ഗോഡൗണിലാണ്. അയൺ ഓക്സൈഡ് നമുക്കൊരു 200 കിലോ കൊണ്ടുവരാം. അയൺ ഓക്സൈഡിൻ്റെ കോസ്റ്റ് അല്പം കോസ്റ്റ് 90 rupees ആണ് കിലോന്. അടുത്തതായിട്ട് ലൈം, ചുണ്ണാമ്പ്. അതും കൊച്ചിൻ വെയർഹൗസിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഒരു 200 കിലോ 35 രൂപയാണ് കിലോന് വില. അടുത്തത് നമ്മൾ കൊണ്ടുവന്ന മാംഗനീഷ്യ. മാംഗനീഷ്യ അതും കൊച്ചിൻ ഓഫീസിലാണ്, കൊച്ചിൻ വെയർഹൗസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു 200 കിലോ വാങ്ങാം. ഓക്കെ, അത് 30 rupees ആണ് കിലോന്. ലാസ്റ്റ് വൺ ഓർഗാനിക് മാറ്റർ. ഇത് നമ്മൾ കൊച്ചിൻ ഓഫീസിലാണ്, കൊച്ചിൻ വെയർഹൗസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ക്വാണ്ടിറ്റി 200, നമുക്കതൊരു 80 രൂപ ഉണ്ട് കിലോന്. ഓക്കെ, അപ്പോൾ ഐറ്റംസ് 6 ഐറ്റംസ് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനൊരു നരേഷൻ കൊടുക്കാം. ബീങ് ദി കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ഫോർ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ്. ഓക്കെ, അത് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മളെ സ്റ്റോക്ക് ഒന്ന് ഇൻവെന്ററി ചെക്ക് ചെയ്യാം. നോക്കൂ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ റോ മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ റോ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയും എമൗണ്ടും റേറ്റും എല്ലാം നമ്മുടെ സ്റ്റോക്കിൽ എൻട്രി ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഓരോ പർച്ചേസിനും നമ്മളെ സ്റ്റോക്കിൽ ഇതേപോലെ ക്വാണ്ടിറ്റീസ് കയറും, അതിൻ്റെ എമൗണ്ടും എല്ലാം കയറും. അതേസമയം നമ്മൾ ഈ മാനുഫാക്ചറിങ് ജേണൽ പാസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റി വന്ന ക്വാണ്ടിറ്റി ഇതേപോലെ കിടക്കും, ഇതിനൊരു മാറ്റമില്ലാതെ. അപ്പോൾ മാനുഫാക്ചറിങ് ജേണൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ എത്ര ക്വാണ്ടിറ്റി പോകുന്നുണ്ടോ അത്രയും ക്വാണ്ടിറ്റി നിന്ന് റിഡ്യൂസ് ചെയ്യപ്പെടും. അത് നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ജേണൽ എൻട്രി പാസ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് വേണമെന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്താണ്, നമ്മുടെ ഉൽപ്പന്നം എന്താണ്? ബ്രിക്സ് ആണ്. അപ്പോൾ ബ്രിക്സ് നമുക്ക് ബ്രിക്സിൻ്റെ ഒരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ബ്രിക്സ്. ഈ ബ്രിക്സ് നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇത് ബ്രിക്സ് നമുക്ക് ഇവിടെ നമ്പേഴ്സ് ആണ്, കാരണം ബ്രിക്സ് കിലോനൊന്നല്ലല്ലോ വരുന്നത്, നമ്പേഴ്സ് ആണ്. അപ്പോൾ നോസ് ഇടാം. നമുക്ക് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഈ സെറ്റ് കമ്പോണൻസ് എന്ന് പറഞ്ഞ് BOM എന്ന് പറയുന്നത് ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം.
ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രിക്സ് അഥവാ ഇഷ്ടിക എന്ന ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്തെല്ലാം അസംസ്കൃത വസ്തുക്കൾ നമുക്ക് അതിനു വേണ്ടി യൂസ് ചെയ്യണം, ആ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ അസംസ്കൃത വസ്തുക്കൾ മൊത്തം സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇവിടെ ഈ സെറ്റ് കമ്പോണൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ BOM എന്ന് പറയുന്നത് നമ്മൾ യെസ് കൊടുക്കണം. ഓക്കെ, യെസ് കൊടുക്കുന്നു. നമ്മൾ നെയിം ഓഫ് BOM ഇവിടെ ബ്രിക്സിനെ കൊടുക്കാം അല്ലെങ്കിൽ കുറേ എണ്ണം കൊടുക്കണം. ഓക്കെ, എന്നിട്ട് യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ. അപ്പം നമ്മളിവിടെ എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാണിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയാം. അപ്പം നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ 1000 കൊടുക്കാന്ന് വെച്ചു. 1000 നമ്പേഴ്സ് ആണ്. കാരണം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ബ്രിക്സ് നമ്പേഴ്സ് കൊടുത്തോണ്ടാണ് 1000 നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1000 നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഈ 1000 നമ്പേഴ്സ് ഇഷ്ടിക നിർമ്മിക്കുന്നതിന് ആവശ്യമായ അവശ്യ വസ്തുക്കളുടെ ലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഇതിൽ ഓരോ അവശ്യ വസ്തുക്കളും അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളും നമ്മൾ ഇതിലേക്ക് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ ഗോഡൗൺ കൊച്ചിൻ, ഓക്കെ, അതിൻ്റെ ക്വാണ്ടിറ്റി. ഇപ്പോൾ 1000 കട്ട അല്ലെങ്കിൽ 1000 ഇഷ്ടിക ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന സിലിക്ക സാൻഡിൻ്റെ ക്വാണ്ടിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഓൾറെഡി സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 550 കിലോനാണ് സിലിക്ക സാൻഡ് വേണ്ടത്. ഇനി അത് നമുക്ക് ക്ലേ നോക്കാം. ക്ലേ കൊച്ചിൻ വെയർഹൗസിലാണ് നമ്മൾ ഉള്ളത്, സാധനം എടുക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ക്ലേ നമുക്ക് 300 കിലോ ക്ലേ ആണ് വേണ്ടത് ഈ സംഭവത്തിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അയൺ ഓക്സൈഡ് നമുക്ക് കൊച്ചിൻ വെയർഹൗസിലാണ് ഉള്ളത്. അയൺ ഓക്സൈഡ് 80 കിലോ വേണം. നെക്സ്റ്റ് നമുക്ക് ലൈമാണ്. ലൈം നമുക്ക് വേണ്ടത് 10 കിലോനാണ്. അടുത്തായിട്ട് മാഗ്നീഷ്യം കൊച്ചിൻ വെയർഹൗസിലാണ് ഉള്ളത്, അത് 50 കിലോ വേണം. അടുത്തത് നമുക്ക് ഓർഗാനിക് മാറ്ററും കൊച്ചിൻ വെയർഹൗസിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അത് 10 കിലോനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കൂ, 1 2 3 4 5 6 ഇഷ്ടിക നിർമ്മിക്കുന്നതിനാവശ്യമായ 6 അസംസ്കൃത വസ്തുക്കളും അല്ലെങ്കിൽ 6 റോ മെറ്റീരിയൽസും നമ്മളെ കൈവശം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി എൻഡ് ഓഫ് ലിസ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, നെയിമോ ഇതിവിടെ ഒന്നും കൊടുക്കണ്ട, നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് റേറ്റ് സെറ്റ് ചെയ്യണം. അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ചെയ്യണ്ട. നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് വേണ്ട, സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, 24 പെർ നമ്പർ. ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് അത് ലാസ്റ്റ് നമുക്ക് കാണാം അതിൻ്റെ അൺഡിഫൈൻഡ് ഗുഡ്സ്. ഓക്കെ, നമ്മളിപ്പോൾ അതിൻ്റെ കമ്പോണൻസ് അഥവാ ബിൽ ഓഫ് മെറ്റീരിയൽസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി പ്രൊഡക്ഷനിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ മാനുഫാക്ചറിങ് ജേണൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇൻവെൻട്രി വൗച്ചർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇൻവെൻട്രി വൗച്ചർ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിൽ വന്ന് നിൽക്കും. നമ്മൾ ഇതിപ്പോൾ ഒന്ന് സ്റ്റോക്ക് ജേണലാണ് നിന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ജേണലാണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും മാനുഫാക്ചറിങ് ജേണൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. ഓക്കെ, മാനുഫാക്ചറിങ് ജേണൽ സെലക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു സെക്കൻഡ് ഡേയിലേക്ക് കൊടുക്കാം. പ്രൊഡക്ഷൻ റെഫറൻസ് നമുക്ക് കൊടുക്കാം ഒക്ടോബർ ബ്രിക്സ് നോക്കാം. ഓക്കെ, നെയിം ഓഫ് പ്രൊഡക്റ്റ്. ഇപ്പം നോക്കിക്കോളൂ, ഇവിടെ നെയിം ഓഫ് പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ഐറ്റംസ് വേണം, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി എത്ര റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, അത് ഇവിടെ ലിസ്റ്റ് കാണിക്കും. നോക്കിക്കോളൂ, ബ്രിക്സ്. ഇവിടെ നമ്മൾ നെയിം ഓഫ് പ്രൊഡക്റ്റ് ബ്രിക്സ് കാണിച്ചപ്പോൾ ആ ബ്രിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണോ അതെല്ലാം ഇവിടെ കാണിച്ചു. അതേപോലെ തന്നെ അത് ഏത് ഗോഡൗണിലാണ് നമുക്ക് അവൈലബിൾ എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മൾട്ടിപ്പിൾ ഗോഡൗൺ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ വേറെ 2 3 ഗോഡൗണുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ വേറെ ഗോഡൗണിലാണ് ഓരോ ഐറ്റംസ് ഉള്ളതെങ്കിൽ അത് ഇവിടെ കാണിക്കും ഏത് ഗോഡൗണിലാണ് ഉള്ളതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്റ്റോർ കീപ്പർമാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുന്ന ആളുകൾക്ക് ആ ഗോഡൗണിൽ നിന്നും മെറ്റീരിയൽസ് നമ്മളെ
പ്രൊഡക്ഷൻ സെൻറ്ററിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ ഗോഡൗൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കൊച്ചിൻ ഗോഡൗണിലാണ് എല്ലാം ഉള്ളത്, അതുകൊണ്ട് നമുക്ക് വലിയ തലവേദനയില്ല. ഇവിടെ ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ ഉദാഹരണത്തിന് 1000 നമ്പേഴ്സ് ആണ് 1000 നമ്പേഴ്സ് ഓഫ് ബ്രിക്സ് അല്ലെങ്കിൽ ഇഷ്ടികയാണ് നിർമ്മിക്കാൻ പോകുന്നത് വെച്ചു. ഈ 1000 നമ്പേഴ്സ് ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ചേഞ്ചസ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കമ്പോണൻസ് അല്ലെങ്കിൽ കൺസംഷൻ ഏരിയ. സി 1000 നമ്പേഴ്സ് കൊടുത്ത സമയത്ത് നമുക്ക് മൊത്തം മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ റേറ്റും നമുക്ക് ഇവിടെ അവൈലബിൾ ആയി. അപ്പോൾ 1000 ഇഷ്ടിക നമുക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി 14,125 രൂപ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒരു മാനുഫാക്ചറിങ്ങിന് ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽസ് കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽസ് മാത്രം പോരല്ലോ. ഡയറക്റ്റ് മെറ്റീരിയൽസിനൊപ്പം ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള 3 പ്രൈം കോസ്റ്റ് 3 ഐറ്റംസ് വരുന്നുണ്ടല്ലോ. അതെല്ലാം നമ്മൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളെ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് മാത്രമായിട്ടുള്ളൂ. ഇനി ഇതിന് പുറമെ നമുക്ക് ഡയറക്റ്റ് വേജസ് അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഈ ഒരു കുറച്ച് ഐറ്റംസും കൂടി നമുക്ക് ഇതിൽ വരാനുണ്ട്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഇതാ മെറ്റീരിയൽ കോസ്റ്റ് ആണല്ലോ ഇതിന് ഒരു പ്രോഡക്റ്റിൻ്റെ 55 to 60% മിക്കവാറും അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റാണ് വരുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് കോസ്റ്റ് നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ 14,125 രൂപ അതിൻ്റെ മെറ്റീരിയൽസ് കോസ്റ്റ് വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് വരുന്ന കോസ്റ്റുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കോസ്റ്റ് ഓഫ് ടൈപ്പ് ഓഫ് അഡീഷണൽ കോസ്റ്റ്. നമ്മൾ ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ഡയറക്റ്റ് മെറ്റീരിയൽസിന് പുറമെ എന്തെല്ലാം കോസ്റ്റുകൾ വരുന്നുണ്ടോ, ഡയറക്റ്റ് കോസ്റ്റുകൾ എന്തെല്ലാം വരുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് ഈ ഇഷ്ടിക നിർമ്മിക്കാൻ തൊഴിലാളികൾക്ക് വേജസ് കൊടുക്കണ്ടേ, അപ്പോൾ വേജസ് വരില്ലേ, അപ്പോൾ നമുക്ക് വേജസ് ഇടാം. ഓക്കെ, വേജസ് നമുക്ക് വേജസ് ഒരു 1% സെറ്റ് ചെയ്യാം. 1000 ബ്രിക്സ് ഉണ്ടാക്കുന്നതിൻ്റെ 1% വേജസ് വരുതാം. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിന് വരുന്ന ഫാക്ടറിയിലാകുമ്പോൾ ഇലക്ട്രിസിറ്റി, ഫ്യൂവൽ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വരുമല്ലോ. അപ്പോൾ അതിന് നമുക്കൊരു 2% അത് കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്കതിൽ കാരേജ് ഇൻവേർഡ് ഒക്കെ വരും. അതായത് കാരേജ് ഇൻവേർഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ റോ മെറ്റീരിയൽസ് സപ്ലയറുടെ ഗോഡൗണിൽ നിന്നും അല്ലെങ്കിൽ സപ്ലയറുടെ പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്നും നമ്മുടെ പ്രൊഡക്ഷൻ സെൻറ്റർ വരെ എത്തിക്കുന്നതിന് വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് കാരേജ് ഇൻവേർഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കാരേജ് ഇൻവേർഡ് നമുക്കൊരു 1% കൊടുക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്നത് ഡിപ്രിസിയേഷനാണ്. ഡിപ്രിസിയേഷൻ എന്ന് എന്താണെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ 1000 ബ്രിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ മെഷീനറീസ് യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ മെഷീനറീസിന് വരുന്ന തേയ്മാനം, ആ മെഷീനറീസിന് വരുന്ന തേയ്മാനത്തിന് നമുക്കൊരു അലവൻസ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ 0.65% നമുക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷന് വേണ്ടി മെറ്റീരിയൽസ് എടുക്കുന്ന സമയത്ത്, പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് വേസ്റ്റേജ് വരാം. അതായത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വേസ്റ്റേജ് വരാം. അതേപോലെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് ആയിട്ട് പോവാം, പിന്നെ ഇവാപ്രേഷൻ ആയിട്ട് പോകാം. ഇതിലിപ്പോൾ ഇവാപ്രേഷൻ വരില്ല, ഡസ്റ്റുമായിട്ടൊക്കെ ഐറ്റംസ് പോകാമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ നമ്മളെ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയിൽ ചെറിയ വേസ്റ്റേജ് വരും. ആ വേസ്റ്റേജിൻ്റെ ഒരു അലവൻസ് കൂടി നമ്മളിവിടെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേസ്റ്റേജ് അലവൻസ് കൊടുക്കാം. ഓക്കെ, ആ വേസ്റ്റേജ് അലവൻസ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 0.25% ആണ്. ഇപ്പോൾ ഇതിന് പുറമെ നമുക്കൊരു അതർ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ചെറിയൊരു അലവൻസ് കൊണ്ട് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡയറക്റ്റ് നിർവചിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പം നമുക്ക് അത്ര ഇന്നതാണെന്ന് പ്രത്യേകിച്ച് ഐറ്റംസ് പറയാനൊന്നും ഒന്നും പറ്റാത്ത ചില ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ വരാമല്ലോ. അപ്പോൾ ഐറ്റംസിന് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് കൂടി അല്ലെങ്കിൽ ആ കോസ്റ്റ് കൂടി കവർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു അലവൻസ് ഈ കോസ്റ്റിൻ്റെ കൂടെ കൊടുക്കാം. അത് 0.10% കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കതിന് അഡീഷണൽ ആയിട്ട് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് 14,125 രൂപ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ പുറമെ 706 രൂപ 25 പൈസ നമുക്കൊരു അഡീഷണൽ കോസ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു ബ്രിക്സിന് നമുക്ക് 14 രൂപ 83 പൈസ മൊത്തത്തിൽ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് മൊത്തത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ മാനുഫാക്ചറിങ് ജേണൽ എടുത്ത് നെയിം ഓഫ് പ്രൊഡക്റ്റിൻ്റെ ബ്രിക്സ് കൊടുത്ത് നെയിം ഓഫ് BOM അതും ബ്രിക്സ് കൊടുത്ത് ഗോഡൗൺ കൊടുത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് പിന്നെ അഡീഷണൽ കോസ്റ്റ് നമുക്ക്
ഇത് നമുക്ക് പെർസെൻറ്റേജ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് ആയിട്ടോ സെറ്റ് ചെയ്യാം. അത് അതിന് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നരേഷൻ കൊടുക്കാം. ബീയിങ് 1000 numbers of bricks produced. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മളെ സ്റ്റോക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ ഫസ്റ്റ് ഇൻവെൻറ്ററി എടുത്ത സമയത്ത് നമ്മളെ സ്റ്റോക്ക് സമ്മറി ചെക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം റോ മെറ്റീരിയൽസിലേക്ക് തന്നെ പോകുന്നു. സി, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സിലിക്ക സാൻഡ് വാങ്ങിയത് 10,000 കിലോനാണ് വാങ്ങിയത്. 10,000 കിലോ സിലിക്ക സാൻഡ് നമ്മൾ വാങ്ങിയതിൽ നിന്നും 550 കിലോ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തു. ബാക്കി 9,450 കിലോ ഇവിടെ സ്റ്റോക്ക് കാണുന്നുണ്ട്. നമ്മൾ ഈ മാനുഫാക്ചറിങ് ജേണൽ ഇട്ടത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ഈ സിലിക്ക സാൻഡ് എടുത്ത സമയത്ത് അവന്റെ സിലിക്ക സാൻഡിന്റെ സ്റ്റോക്ക് ലെഡ്ജർ എടുത്ത സമയത്ത് കറക്റ്റ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നു. അപ്പോൾ 10,000 കിലോ വാങ്ങി, അതിൽ 550 കിലോ യൂസ് ചെയ്തു, ബാക്കി 9,450 കിലോ ഉണ്ട്. അത് ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 10,000 വാങ്ങി അതിൽ നിന്നും ഈ മാനുഫാക്ചറിങ് ജേണൽ എന്ന് പറഞ്ഞ ഈ ഇത് കണ്ടില്ലേ വൈച്ചർ ടൈപ്പ്, അത് നമുക്ക് മനസ്സിലാവും ബ്രിക്സ് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ 550 കിലോ യൂസ് ചെയ്തു. ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഐറ്റംസ് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിനും ഈ സിലിക്ക സാൻഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് ബ്രിക്സിന് പകരം വേറെ എന്തെങ്കിലും ഐറ്റംസ് വന്നുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ ഐറ്റംസിനും വേണ്ടി എത്ര കണ്ട് റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തതെന്ന് നമുക്ക് അതിൽ നിന്ന് ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ബ്രിക്സ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രിക്സിന്റെ ക്വാണ്ടിറ്റി എത്ര പോയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ഇവിടെ വേറെ എന്തെങ്കിലും ഐറ്റം ഇതേപോലെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വന്ന ക്വാണ്ടിറ്റി ഇവിടെ റെഡ്യൂസ് ചെയ്ത് കാണിക്കും, കുറച്ച് കാണിക്കും, ബാക്കി കാണിക്കും. അപ്പോൾ കണ്ടില്ല ഇവിടെ 9,450 കിലോ ഉണ്ട്, അതിൻ്റെ എമൗണ്ട് കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഓരോ റോ മെറ്റീരിയൽസിൻ്റെയും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്ലേ നമ്മൾ വാങ്ങിയത് 2,000 കിലോനാണ്. അതിൽ നിന്ന് 300 കിലോ യൂസ് ചെയ്ത് ബാക്കി 1,700 കിലോ ഉണ്ടെന്ന് കാണിക്കും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയാണ് ഇത്രയും യൂസ് ചെയ്തിരിക്കുന്നത് ബ്രിക്സ് ഉണ്ടാക്കാൻ. ഈ സ്റ്റോക്കിന്റെ ലെഡ്ജർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെയാണ് നമ്മളെ പ്രത്യേകത. നമ്മൾ കണ്ടില്ല ഇപ്പോൾ ബ്രിക്സ് നമ്മൾ വാങ്ങാത്ത ബ്രിക്സ് നമ്മളെ സ്റ്റോക്കിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ നമ്മൾ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ സ്റ്റോക്ക് കൂടി ആ ഉണ്ടാക്കുന്ന ഇൻവെന്ററി അഥവാ സ്റ്റോക്ക് കൂടി നമ്മളെ സ്റ്റോക്ക് ലെഡ്ജറിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഈ മാനുഫാക്ചറിങ് ജേണൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് ജേണൽ ഒരൊറ്റ ക്രിയേഷനോട് കൂടി കണ്ടില്ലേ 10,000 നമ്പർ ഓഫ് ഇഷ്ടിക അല്ലെങ്കിൽ നമ്പർ ഓഫ് ബ്രിക്സ് നമ്മളെ സ്റ്റോക്കിലേക്ക് കയറി. 14,831 രൂപക്കുള്ള സ്റ്റോക്ക് നമ്മളെ സിസ്റ്റത്തിൽ കയറി കണ്ടില്ലേ. സ്റ്റോക്ക് ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ ബ്രിക്സിന്റെ സ്റ്റോക്ക് ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും 1000 നമ്പർ ബ്രിക്സ് 14 രൂപ 83 പൈസ നമ്മൾ കോസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് അല്പം ബ്രിക്സ് വിൽക്കാം, എന്ത് സംഭവിക്കുന്നു നോക്കാം സ്റ്റോക്കിന്. ഓക്കെ, ഇത് നമുക്കൊരു 31/10/2020 ഓക്കെ, സെയിലാണ്. സെയിൽ ചെയ്യുമ്പോൾ F8. ഓക്കെ, ക്യാഷ് സെയിലാണ് കേട്ടോ. ഇവിടെ സെയിൽസ് അതേപോലെ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എന്താണ് വിൽക്കാൻ പോകുന്നത്? ബ്രിക്സ്. ഓക്കെ, ബ്രിക്സ് നമ്മൾ ഗോഡൗണിൽ ഇവിടെ സ്റ്റോക്ക് ഉള്ളത് കൊച്ചിയിലാണുള്ളത്. ക്വാണ്ടിറ്റി നമ്മളൊരു 500 നമ്പേഴ്സ് വിൽക്കാം. സി, ഇപ്പോൾ കണ്ടില്ല ഇവിടെ നമ്മളെ ബ്രിക്സ് 500 നമ്പർ അടിച്ചപ്പോൾ നമ്മളെ 25 റുപ്പീസ് അതിൻ്റെ റേറ്റ് വന്നു കണ്ടോ. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ നേരത്തെ റേറ്റ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ 25 റുപ്പീസ് വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്ത് ഓർമ്മയല്ലേ, സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ 25 വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇവിടെ നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ടാണ് 25 വന്നിരിക്കുന്നത്. ഓക്കെ, നൗ ഒരു നരേഷൻ കൊടുക്കാം. ബീയിങ് 500 numbers of bricks
sold at the rate of 25 per number. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും സ്റ്റോക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സ്റ്റോക്ക് 500 നമ്പേഴ്സായി കുറഞ്ഞിരിക്കുന്നു. അതായത് സ്റ്റോക്കിൻ്റെ ലെഡ്ജർ കറക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. സി, ഇവിടെ 1000 നമ്പേഴ്സ് വന്നു ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി നമുക്ക് വന്നത്. ഇപ്പോൾ പ്രൊഡക്ഷനിലൂടെ വന്ന ക്വാണ്ടിറ്റിയാണ് കേട്ടോ, അതാണ് മാനുഫാക്ചറിങ് ചെയ്യാനല്ല. അപ്പോൾ മാനുഫാക്ചറിങ്ങിലൂടെ നമുക്ക് വന്നത് 1000 നമ്പേഴ്സാണ്. 1000 നമ്പേഴ്സിൽ നിന്ന് നമ്മൾ 31/10 500 നമ്പേഴ്സ് വിറ്റു ഔട്ട്വേർഡ്. കണ്ടില്ലേ, 500 പോയി 25 രൂപ റേറ്റ് വെച്ചിട്ട്, അപ്പോൾ 12,500 സെയിൽസ് നടന്നു. അപ്പോൾ ബാക്കിയുള്ള ശിഷ്ടം സ്റ്റോക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട്. 14.83 കോസ്റ്റ് പ്രൈസ്, 14.83 500 നമ്പേഴ്സ് ബ്രിക്സിന്റെ കോസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ക്ലോസ് സ്റ്റോക്ക് എപ്പോഴും കോസ്റ്റ് പ്രൈസിലാണല്ലോ കാണിക്കുക. ഓക്കെ, സ്റ്റോക്ക് എപ്പോഴും കോസ്റ്റ് പ്രൈസിലാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ജേണൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് ജേണൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മൾ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെ എല്ലാ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെയും ക്വാണ്ടിറ്റി നമ്മൾ കറക്റ്റ് നമ്മളെ സിസ്റ്റത്തിൽ എൻ്റർ ആവും ചെയ്യും. അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഡക്ഷൻ പോയിന്റില്ലേ, ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ 10,000 രൂപയുടെ റോ മെറ്റീരിയൽസ് വാങ്ങി. ഇപ്പോൾ നമ്മൾക്ക് ഈ മാനുഫാക്ചറിങ് ജേണൽ നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാലും 10,000 കിലോ സിലിക്ക സാൻഡ് ഇതിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ കാണും. അതേസമയം നമ്മളിപ്പോൾ മാനുഫാക്ചറിങ് ജേണൽ പാസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ മാനുഫാക്ചറിങ് യൂസ് ചെയ്ത് അത്രയും ക്വാണ്ടിറ്റി കുറഞ്ഞ് ബാക്കി അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ റോ മെറ്റീരിയൽസിൻ്റെയും അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും റോ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൃത്യമായിട്ട് കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയുന്നതിന് വേണ്ടി ഈ മാനുഫാക്ചറിങ് ജേണൽ വളരെ യൂസ്ഫുൾ ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മൊത്തം വന്ന ക്വാണ്ടിറ്റിയിൽ നിന്നും പ്രൊഡക്ഷന് വേണ്ടി എത്ര യൂസ് ചെയ്തു, ബാക്കി എത്ര ക്വാണ്ടിറ്റി നമ്മളെ കൈവശം ഉണ്ട് എന്ന് സ്റ്റോക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്, നമ്മൾ ഈ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ഉൽപ്പന്നം നമുക്ക് ഉണ്ടാക്കി എന്നുള്ള അത്രയും ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മളുടെ സ്റ്റോക്കിലേക്ക് കയറി വരും. അതിനുശേഷം നമ്മൾ സെയിൽസ് നടത്തുന്ന സമയത്ത് നമ്മുടെ സ്റ്റോക്ക് ഒരിക്കലും മൈനസ് കാണിക്കില്ല. കാരണം നമ്മളെ കയ്യിൽ 500 കണ്ടില്ല, നമ്മളെ കയ്യിൽ 1000 നമ്പേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് 500 നമ്പേഴ്സ് പോയപ്പോൾ സ്റ്റോക്ക് മൈനസ് എന്നല്ല കറക്റ്റ് സ്റ്റോക്ക് കാണിക്കുന്നത്. ഇതിലിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 1000 ക്വാണ്ടിറ്റി ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ സെയിൽ കാണിക്കാൻ, സെയിൽ അടിച്ചാൽ സെയിൽ പോകും. അപ്പോൾ ഇവിടെ മൈനസ് ആകും കാണിക്കുക, സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കില്ല എന്ന് കാണിക്കും. അപ്പോൾ ഈ മാനുഫാക്ചറിങ് ജേണൽ അതിലൂടെ നമ്മളത് പാസ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്റ്റോക്ക് കിട്ടി. അതിന് സ്റ്റോക്കിൽ നിന്ന് സെയിലാകുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മൈനസ് ആവാതെ സെയിലും കാണിക്കാൻ സാധിക്കുന്നു. അപ്പോൾ മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് ഉള്ള കമ്പനികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ജേണലാണ് മാനുഫാക്ചറിങ് ജേണൽ. അപ്പോൾ ഇത് എല്ലാ നിർമ്മാണ കമ്പനികൾക്കും പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും ഇത് നന്നായിട്ട് ഇത് യൂസ് ചെയ്യാം. നമുക്ക് മാനേജ്മെന്റ് റിപ്പോർട്ടുകളെല്ലാം ഉണ്ടാക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റോക്കിന്റെ ഒരു കണക്ക് നമുക്ക് കറക്റ്റ് കിട്ടും. സ്റ്റോക്കിന്റെ കറക്റ്റ് റിപ്പോർട്ട് നമുക്ക് കിട്ടാൻ ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അക്കൗണ്ടിങ് അറിയുന്ന എല്ലാ ആളുകൾക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഈസി അക്കൗണ്ടിങ് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.